എന്റെ യുവാക്കളെ, സഹോദരങ്ങളെ, നിസ്കാരത്തിൽ നല്ല താല്പര്യമുള്ളവരാകണം. നിസ്കാരം ഒഴിവാക്കിയിട്ട് നമ്മൾ ഫാസിഖീങ്ങളാകരുത്, പടച്ച റബ്ബിന്റെ മുന്നിൽ കുറ്റക്കാരാകരുത്. ഏതെങ്കിലും ഒരു നിസ്കാരം ഒഴിഞ്ഞുപോയി എങ്കിൽ ആത്മാർത്ഥമായി തൗബ ചെയ്ത് മടങ്ങിയിട്ട് ആ നിസ്കാരം ഖളാ വീട്ടണം. ശറഅ് പഠിപ്പിച്ച കാരണത്തിന് വേണ്ടിയല്ലാതെ നഷ്ടപ്പെട്ടു പോയി. ശറഅ് പഠിപ്പിച്ച കാരണം പിന്തിക്കാൻ പ്രശ്നമില്ലാത്ത കാരണങ്ങൾ രണ്ടെണ്ണം മാത്രമാണ്. ജോലി അതിലില്ല, കല്യാണമില്ല, യാത്രയില്ല, സൽക്കാരമില്ല, രോഗമില്ല, ഇതൊന്നുമില്ല അതിലുള്ളത് ഒന്ന് ഉറക്കം, അനിയന്ത്രിതമായ ഉറക്കം വന്നുപോയി. എന്നും ഉറങ്ങിയിട്ട് രാവിലെ 7 മണിക്ക് എണീറ്റ് നിസ്കരിക്കുന്ന ആളെ പറ്റി അല്ല പറഞ്ഞു കേട്ടോ. അനിയന്ത്രിതമായി ഉറങ്ങിപ്പോയി. എന്നും സുബഹിക്ക് എണീക്കുന്ന ആളാണ്, പക്ഷെ ഒരു ദിവസം ഉറങ്ങി. അങ്ങനെ എണീറ്റ് നോക്കുമ്പോ തന്നെ സുബഹിന്റെ സമയം കഴിഞ്ഞു പോയിട്ടുണ്ട്. പടച്ചോൻ എന്ത് പറ്റിപ്പോയി? ഞാൻ എന്നും എണീക്കുന്ന ആളാണല്ലോ. കുടുംബക്കാരോട് ചോദിച്ചു, ഭാര്യയോടും മക്കളോടൊക്കെ എന്നെ വിളിച്ചില്ല? നിങ്ങളെ വിളിച്ചല്ലോ, നിങ്ങൾ എണീറ്റിരുന്നല്ലോ. ഉറക്കം കൂടുതലായിട്ട് അങ്ങനെ സംഭവിച്ചു പോയതാണ്. നിസ്കരിച്ചാൽ മതി, അല്ലാഹു തആല അതിന്റെ പേര് ശിക്ഷിക്കൂല. എന്നത്തെയും കാര്യമല്ല പറഞ്ഞു, ഒരു ദിവസം അങ്ങനെ സംഭവിച്ചു പോയി. എന്നും സുബഹിസ്കരിക്കാത്ത ആളെ കഥ ആലോചിച്ച് നോക്ക് നിങ്ങൾ. അവന്റെ കൂടെ നടക്കാൻ തന്നെ പേടിയാണ്. എപ്പോഴാ അള്ളാന്റെ അദാബ് വരാന്ന് പറയാൻ പറ്റൂല. ഭക്ഷണം കഴിക്കാൻ പേടിയാണ് അവന്റെ കൂടെ ജോലി എടുക്കാൻ പേടിയാണ്. എപ്പോഴും അള്ളാന്റെ അദാബ് സംഭവിച്ചേക്കാം. അത്ര മോശപ്പെട്ട ആള് ഈ ദുനിയാവിൽ വേറെയില്ല. നിസ്കരിക്കാത്തവനെ പോലെ മോശപ്പെട്ട ആള് വേറെയില്ല. അതുകൊണ്ടാണ് നിസ്കരിക്കാത്തവന് ഒരു പട്ടിയുടെ സ്ഥാനം പോലും ഇല്ല ഇസ്ലാമില്. ഭക്ഷണം കിട്ടാതെ ആ വശന്ന് വലഞ്ഞ് നടക്കുന്ന ഒരാളിങ്ങനെ ഭക്ഷണം കിട്ടാതെ ഒരു ഭാഗത്തെത്തിയപ്പോ ഒരു പട്ടി, ഒരു നായ എങ്ങനെ വരുന്നുണ്ട്. എന്നെ തൊട്ടാൽ തന്നെ പ്രാവശ്യം കേൾക്കണ്ടേ. പക്ഷെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി, ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് ആ നായനെ അറുത്തിട്ട് അതിന്റെ ഒരു ഭാഗം പൊളിച്ചെടുത്തിട്ട് ഒരു മാംസം കഴിച്ചെങ്കിലേ അയാളെ ജീവൻ രക്ഷിക്കാൻ കഴിയുമെങ്കിൽ അയാൾക്ക് ആ മാംസം കഴിക്കൽ ഹലാലാണ്. നായനെ അറുത്തുകൊണ്ട് ഭക്ഷിക്കാൻ നോക്കുമ്പോ നിസ്കരിക്കാത്ത ഒരാൾ വരുന്നുണ്ടെങ്കിൽ നായനെ അറുക്കുന്നതിന് മാറ്റിയിട്ട് നായനെ വിടണം, നായ സ്വസ്ഥായി ജീവിച്ചോട്ടെ. നിസ്കരിക്കാത്ത ആളെ കാല് വെച്ചിട്ട് ആ കാലുമൊന്നൊരു ഇറച്ചി മുറിച്ചെടുത്തിട്ട് അതാണ് ഭക്ഷിക്കേണ്ടത് എന്നാ മഹാന്മാര് പറഞ്ഞു. ആ നായനെ വിട്ടേക്കണം, ഇയാളെ പിടിക്കണം. നായന്റെ ഒരു ബഹുമാനം പോലും നിസ്കരിക്കാത്ത ആൾക്ക് ഇല്ലാന്നർത്ഥം. നിങ്ങൾ നോക്ക് അവന്റെ ശരീരത്തിന് എന്ത് വിലയുള്ളത്. ജീവൻ രക്ഷിക്കാൻ വേണ്ടി പിടിച്ച നായനെ അറുക്കാൻ വേണ്ടി നിൽക്കുന്ന നായനെ വിട്ടേക്കണം. നിസ്കരിക്കാത്തവനെ കിട്ടിയോ അവന്റെ ശരീരത്തുനിന്നൊരു ഭാഗം മുറിച്ചെടുക്കണം, എന്നിട്ട് അത് വേവിച്ച് കഴിക്കണം. അത്ര വിലയുള്ളൂ നിസ്കരിക്കാത്തവൻ. 5 കാശിന്റെ വിലയില്ല നിസ്കാരം ഒഴിവാക്കുന്ന ആള്. എന്ത് വിലയുള്ളത് അവന്?